അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാൻ്റെ വലിയ പ്രത്യേകത എന്തിനെ കേട്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ്റെ തിങ്കളായിട്ടിക്കട് ഈ ഒരു തിങ്കൾ. ഈ പരിശുദ്ധമായ റമളാൻ തിങ്കളിൽ ഖുർആൻ ഓതിറങ്ങ, ഖത്മ തീർക്കിടങ്ങ, അതിന് പ്രതിഫല കിട്ടുകമേനായിട്ട് ശ്രദ്ധിക്കുണായകനിക്കത്തെ ചില വിഷയങ്ങളുണ്ട്. അതായിട്ടിക്കട് ഇണ്ട് നാ നിങ്ങളൊട്ടിಗೆ ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മ താൽമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസബെക്കിടെ ചൊമ്മ ആൽമാറുള്ളാറ്, ചൊമ്മ വിഷയ ചൊന്നിട്ടു ദ്വാർക്കൊണോട്ട് ഏൽപ്പിച്ചങ്ങ ഉള്ളാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാൻ തിങ്ങൾക്ക് ഇത്രമാത്രം പവറും ശ്രേഷ്ഠതയും മഹത്വ കിട്ടവും കാരണ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ഈ ഒരു തിങ്കളായിട്ടിക്കട്. അതായിട്ടിക്കട് പരിശുദ്ധമായ ഖുർആൻ ചൊന്നു, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ഒരു പരിശുദ്ധമായ തിങ്കളായിട്ടിക്കട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിടേൻ ചൊല്ലത്. അപ്പോൾ അതുകൊണ്ട് ധാരാളമായിട്ട് ഖുർആൻ ഓതുനായകനിക്കത്തൊരു തിങ്കളായിട്ടിക്കടെ പരിശുദ്ധമായ റമളാൻ തിങ്കൾ ചൊല്ലത്. അതുകൊണ്ട് മഹാന്മാരായ ആൾമാർ റമളാൻ തിങ്കൾ വന്നേണ്ടെങ്കിൽ അങ്ങ് എപ്പോഴും എനി ടൈമും ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാറ്, ഖുർആൻ പഠിച്ചുകൊണ്ടിരുന്നാറ്, ഖുർആൻ അർത്ഥാക്കിക്കൊണ്ടിരുന്നാറ്, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാറ്. കാരണം പരിശുദ്ധമായ റമളാൻ തിങ്കൾ ചൊന്നെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതാ ആ ഇറങ്ങിയ വഹ്യ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഓതിക്കൊടുത്തോണ്ടിരിക്കടെ മഹാനായ ഇമാം ഷാഫിയ റളിയല്ലാഹു അൻഹു അതാ ബാക്കി തിങ്കളിൽ എല്ലാം ഓരോ ഖത്മ് ഓരോ നാളും തീർക്കുമ്പോൾ പരിശുദ്ധമായ റമളാൻ തിങ്കൾ വന്നേണ്ടെങ്കിൽ ഓരോ നാളും രണ്ട് ഖത്മായിട്ടിക്കടെ ആ മഹാനായ ഷാഫി ഇമാം റഹിമഹുല്ല തീർത്തുകൊണ്ടിരുന്നേൻ. കാരണം അത്രമാത്രം ആ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാർ. പരിശുദ്ധമായ ഖുർആൻ ഈ ഒരു തിങ്കൾ നിങ്ങൾ ഓതില്ലാണ്ട് കണ്ടെങ്കിൽ അത് ഉപ്പിടാത്ത കരി പോലെയായിട്ടിക്കട. അതുകൊണ്ട് ഖുർആൻ ധാരാളമായിട്ട് നിങ്ങൾ ഓതണം. ഖുർആൻ ഓതിനങ്ങനെ വിഷയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നെ അഹ്ലുല്ലാ, അങ്ങ് അള്ളാഹുടെ ആൾമാരായിട്ടിക്കിടാർ അല്ലെ. നാളെ നിങ്ങൾ ഖബറിൽ എത്തുമ്പോൾ ഞങ്ങളെ ആ ഖബറിൽ വെച്ചിട്ട് എല്ലാവരും തിരിച്ചു പറയുമ്പോൾ ഞങ്ങളൊട്ടിക്ക് ആറുമില്ല അണ്ട് ഞങ്ങളെ ഒട്ടിಗೆ ഇക്കിടത് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയോ ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യുകയോ ഞങ്ങൾ വെളിച്ചമായിട്ട് വേണ്ടത് ഞങ്ങൾ എത്ര ഖത്മുൽ ഖുർആൻ ഓതിര, ഞങ്ങൾ എത്ര ഖുർആൻ ഓതിര, ആ ഓതിയ ഖുർആനായിട്ടിക്കട് നാളെ ഞങ്ങൾ രക്ഷപ്പെടുത്തുക വേണ്ടിയിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിത്തണ്ട്. അല്ലാത്ത ടൈമിൽ ഖുർആൻ്റെ ഓരോ അക്ഷരം ഓതുമ്പത്തുകോ 10 പ്രതിഫലമായിട്ടിക്കടെ റബ്ബ് തണ്ടത്. റമളാൻ ആകുമ്പോൾ അതൊക്കെ കൈക്കണക്കില്ല, അത്രമാത്രം പ്രതിഫല യജമാനനായ റബ്ബ് തണ്ടായിട്ടിക്കട. അതുകൊണ്ട് ധാരാളമായിട്ട് നിങ്ങൾ ഒരു ഖുർആൻ ഓതണം. അല്ലാത്ത ടൈമിൽ 44 ഉറുക്കെങ്കിലും ഒരു ഖത്മ് തീർക്കൊണ്ടായിട്ടിക്കട്. അങ്ങനെ തീർക്കില്ലാണ്ട് കണ്ടെങ്കിൽ വലിയ നഷ്ടമായിട്ടിക്കടേണ്ട മഹാന്മാർ നിങ്ങൾ പഠിപ്പാട്ടി തണ്ടാർ. അതുകൊണ്ട് പിന്നെ റമളാൻ വന്നേണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഖത്മ് തീർക്കില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ അവസ്ഥ എന്തരായിട്ടിക്കോ. അതുകൊണ്ട് ധാരാളം ഖത്മ് ഓതുക. അല്ലാഹു നിങ്ങൾ തൗഫീക്ക് തരട്ടെ. ഏതായിട്ടും എന്തിനായിട്ടിക്കടി ഈ ഖത്മും ചൊന്നേന് കണ്ടെങ്കിൽ അത് ഖുർആൻ്റെ ഫസ്റ് പിടിച്ചതിന് കണ്ടെങ്കിൽ ഫാത്തിഹത്തെ പിടിച്ചതിന് കണ്ടെങ്കിൽ ആ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ആ പൂർത്തിയായിട്ട് ഖുർആൻ ഓതറിക്കായിട്ടിക്കടെ ഖത്മ് തീർക്കടെ. ഖത്ത് ഓതുറോണ്ടല്ല ചെല്ലത് അതൊക്കെയായിട്ടിക്കട്. ആ ഖത്മ് തീർക്കുമ്പോൾ ഖുർആൻ പൂർത്തിയായിട്ട് ഓതുമ്പത്തുകോ അതിൻ്റെ മധ്യത്തിൽ പേജ് അപ്പുറം ഇപ്പുറം ആവാത്ത പോലെ ആ എത്ര ജാഗ്രത ആക്കിയിട്ട് ഓതണം. അവിടെ 2 പേജ് ഒരു പേജ് ഇങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് കണ്ടെങ്കിൽ ഓതാണ്ട് പോയിട്ടുണ്ട് കണ്ടെങ്കിൽ ആ ഖത്മ് ഖുർആൻ്റെ
പ്രതിഫലം കിട്ടില്ലാണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർ 150 ആയത്ത് ഓതി നിങ്ങൾ വെച്ചതിന് കണ്ടെങ്കിൽ 4 തുടങ്ങുമ്പോൾ 150 ആയിൽ പിന്നെ സ്റ്റാർട്ടാക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഒരു 2 ആയത്ത് മുന്നൽബേ നിങ്ങൾ സ്റ്റാർട്ടാക്കുക. അല്ലാണ്ട് 2 ആയത്ത് മിസ്സാക്കിയിട്ട് നിങ്ങൾ ഓതരാണ്ട് കണ്ടെങ്കിൽ അവിടെ ഖത്മുൽ ഖുർആൻ്റെ ആ ഒരു പ്രതിഫലം കിട്ടില്ലാണ്ടായിട്ട് പ്രത്യേകമായിട്ട് ഈ 2 കാര്യം ശ്രദ്ധിക്കണത്. അതേപോലെ പരിപൂർണമായിട്ടുള്ള ഈ ഖത്മുൽ ഖുർആൻ്റെ പ്രതിഫലം കിട്ടുകയായിട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ചില വിഷയങ്ങൾ നിങ്ങൾ പഠിപ്പാട്ടി തന്നത്. അതിൽ ഒന്നാമത്തെ ഇതായിട്ട് അതായത് ഇപ്പോൾ ഒരു ഖത്മുൽ ഖുർആൻ തുടങ്ങിയിട്ട് അത് എണ്ടാക്കിற കണിക്കത്തെ ടൈം ഒന്നിരിക്കലോ ആ സുബയുടെ ടൈം, അതായത് പൗലിൽ ആ തുടക്കത്തെ ടൈമിലായെങ്കിൽ ഭാരി നല്ലാണ്ടായിട്ടിക്കട്, അതല്ലെങ്കിൽ അത് അജാവുടെ ഫസ്റ്റ് ടൈം മഗ്രിബിയുടെ ടൈമിലായിട്ട് കണ്ടെങ്കിൽ ഭാരി നല്ലാണ്ടായിട്ടിക്കട്. കാരണം സുബൈക്ക് നിങ്ങൾ ഖത്മുൽ ഖുർആൻ ഓതിട്ട് പൂർത്തിയാക്കിടാണ് കണ്ടെങ്കിൽ സ്വല്ലത്ത് അലൈഹിൽ മലായിക്ക ഹത്താ യുംസിയ, അസർ തോല മലായിക്കത്തുൽ കിറാം ഔണുകുബേനായിട്ട് ദ്വാർന്നോട്ടിക്കിടായിട്ടിക്കട്. ഇനി ഒരാൾ മഗ്രിബിയുടെ സമയത്തിൽ അതാ ഖത്മുൽ ഖുർആൻ അയാൾ ഖുർആൻ ഓതി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഹത്താ യുസ്ബിഹ, സുബൈത്തോല ഔണുകുബേനായിട്ട് മലായിക്കത്തുൽ കിറാം ദ്വാർന്നോട്ടിക്കിടയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതായിട്ട്. അപ്പോൾ ഞങ്ങൾ ഖത്മുൽ ഖുർആൻ ഞങ്ങൾ ഖുർആൻ പൂർത്തിയാക്കുന്നത് ഒന്നിരിക്കലോ സുബൈത്തെ ടൈമിലായിട്ട് കണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മഗ്രിബിയുടെ ആ ടൈമിലായിട്ട് ഭാരി നല്ലാണ്ടായിട്ട്. രണ്ടാമത്തേത് ഞങ്ങൾ ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കി ഓതിയാണ് കണ്ടെങ്കിൽ ഞങ്ങൾ ദ്വാർക്കൊണ്ടായിട്ടിക്കട്. അങ്ങനെ ദ്വാർക്കിടേണ്ട കണ്ടെങ്കിൽ 40,000 മലായിക്കത്തുൽ കിറാം ആ ദ്വാഅത്തുക്ക് ആമീൻ ചൊല്ലിട്ടായിട്ടിക്കട്. അത്രമാത്രം പവറായിട്ടിക്കട് ആ ഒരു ദുആത്തുള്ളൂ. മൂന്നാമത്തേത് ഖത്മ് പൂർത്തിയാക്കിയാണ് കണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാക്കിടല്ല, പിന്നെ പുതിയൊരു ഖത്മ് തുടങ്ങിയിട്ട്, അതായത് ഒരു ഫാത്തിഹയും അലിഫ് ലാം മീം ആ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവിടുത്തോളം ഓതിട്ട് വെച്ചിട്ട് എന്താക്കുക ദുആർക്കാണ്ടായിട്ട്. കാരണം ഒരു ഖത്മ് തീർത്തേണ്ട കണ്ടെങ്കിൽ പുതിയൊരു ഖത്മ് തുടങ്ങിയിട്ടായിട്ടിക്കടെ ഞങ്ങൾ നിപ്പാട്ടണോ, അതിൽ പിന്നായിട്ടിക്കടെ ഞങ്ങൾ ദുആർക്കണായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നെ ഗണിക്കത്തെ വിഷയമായിട്ടിക്കടെ. നാലാമത്തേത് ആ ഖുർആൻ ഓതിട്ട് ഖത്മ് പൂർത്തിയായിട്ടുണ്ട് കണ്ടെങ്കിൽ അണ്ടത്തെ നാൾ നോമ്പ് പിടിക്കാണ്ടായിട്ടിക്കടെ. ആ നോമ്പ് പിടിച്ചിട്ട് അതിനെ പൂർത്തിയാക്കലായിട്ടിക്കടെ ഭാരി നല്ലായിട്ട് മഹാന്മാർ പഠിപ്പാട്ടാറ്. റമദാൻ തിങ്കളിൽ പിന്നെ നോമ്പ് ഏതായിട്ടും ഓൾറെഡി ഞങ്ങൾ നോമ്പുകാരായിട്ടിക്കട. അപ്പോൾ ഈ സമയത്തിൽ ഞങ്ങൾ ഖുർആൻ ഓതിയേണ്ട കണ്ടെങ്കിൽ ഖത്മ് തീർത്തേണ്ട കണ്ടെങ്കിൽ അത് ഭാരി ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കിടക്കത്തൊരു ടൈമായിട്ടിക്കടെ. 5 ഈ ഖത്മുൽ ഖുർആൻ പൂർത്തിയാവുന്ന നാളിൽ ഒരു ചെറിയ ഗമ്മത്ത് സാധ്യമാവേണ്ട കണ്ടെങ്കിൽ ആക്ക അത് ഒരു സുന്നത്തായിട്ടിക്കിടയിട്ട് മഹാനങ്ങ പഠിപ്പാട്ടി തൻ്റെ. അതേപോലെ എവിടെയെങ്കിലും ഖത്മുൽ ഖുർആൻ ഖത്മ് തീർത്തിട്ട് ദ്വാർക്കിട മജ്ലിസ് ഉണ്ടാ, അങ്ങനത്തെ മജ്ലിസ് പോയിട്ട് ദെക്കുണ്ടായിട്ടിക്കട്. കാണന്തേ ആ മജ്ലിസിൽ ആയിരക്കണക്കിന് മലായിക്കത്തിൽ വന്നിട്ട് സേരഗണിക്കത്തെ മജ്ലിസായിട്ടിക്കട്. അപ്പോൾ അങ്ങനത്തെ മജ്ലിസിൽ പോയിട്ട് എന്താക്കണോ ഞങ്ങൾ ദഹിക്കണോ ആമീൻ ചൊല്ലുണ്ടായിട്ടിക്കട്. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വലിയ മഹാനായിട്ടിക്കട് ഒരാളെ സ്വർത്തുക നിപ്പാട്ടിട്ട് എവിടെങ്കിലും ഖുർആൻ ഖത്തം തീർക്കെടുത്തിട്ട് ദ്വാർക്കിട മജ്ലിസിന്നേണ് കണ്ടെങ്കിൽ തെരിപ്പാട്ടുക ബേനായിട്ട് ഒരാളെ നിയമക്കാക്കിട്ടിന്ത്. എന്നിട്ട് അങ്ങനത്തെ മജ്ലിസുക പോയിട്ട് അവിടെ കൂടിയിട്ട് അങ്ങനെ ദ്വാത്തിൽ അതാ ആമീൻ ചൊന്നോണ്ടിന്തായിട്ട്. കാരണം അത്രമാത്രം പവറായിട്ടിക്കടെ ഖത്മുൽ ഖുർആൻ ഓതിരഗണിക്കത്തെ മജ്ലിസുക ഉള്ളോൺ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആയിട്ടിക്കടെ ഒരാൾ ഖത്മുൽ ഖുർആൻ ഓതുമ്പത്തുകോ ശ്രദ്ധിക്കണായ ഗണിക്കത്തെ വിഷയാൻ ചൊല്ലത്. അതേപോലെ ഖുർആൻ നിങ്ങൾ ഖത്മ് തീർക്കിട സമയത്തിലും നല്ലോണം ശ്രദ്ധിച്ചിട്ടായിട്ടിക്കടെ ഖുർആൻ ഓതണായി. അല്ലാണ്ട് ഒട്രാസിങ്ങനെ ഓതിട്ട് ഖത്മ് തീർത്തേണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടില്ല. ഒരാൾക്ക് ഫാസ്റ്റായിട്ട് ഓതുക ആവില്ലാണ്ട് കണ്ടെങ്കിലും മല്ല ഓതിട്ടെങ്കിലും ആ ഖത്മ് പൂർത്തിയാക്കുക. അല്ലാണ്ട് എന്തെല്ലാം തപ്പ് ഓതിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആ കൂലിയുടെ ബദൽ പ്രതിഫലത്തെ ബദൽ ശിക്ഷയായിട്ടിക്കടോ കിട്ടത്. അതുകൊണ്ട് ഈ വിഷയമെല്ലാം ശ്രദ്ധിച്ചിട്ടായിട്ടിക്കടെ ഞങ്ങൾ ഖത്മുൽ ഖുർആൻ ഓതണായത്. അള്ളാഹു ഞങ്ങൾ തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ ഓതിരഗണിക്കത്തെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. യാറ ഖുർആൻ ഓതുക യജമാനനായ റബ്ബ് ഞങ്ങൾ തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.